അല്ല മാം, മിനിസ്റ്റർ അറസ്റ്റ് ഉണ്ടാവോ? ഉണ്ടാവണ്ടാണ്. നടന്നാ കടിച്ചു മാമിന. സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് മാം പുറത്തുവിട്ട സ്റ്റോറിയാണല്ലോ എല്ലാത്തിൻ്റെയും തുടക്കം. റിയ ഇരിക്കെ. അതെ, ദർ ഇസ് എ ഗുഡ് ന്യൂസ് ആൻഡ് എ ബാഡ് ന്യൂസ്. എന്താ ബാഡ് ന്യൂസ്? അറസ്റ്റ് ഉണ്ടാവില്ല. മിനിസ്റ്റർ രാജൻകുറുപ്പ് ഇത്തവണ മല പൊട്ടിക്കും. ഡാം ഇറ്റ്. അല്ല, ഗുഡ് ന്യൂസും ഉണ്ട്. TRP റേറ്റിംഗിൽ വീണ്ടും നമ്മൾ നമ്പർ 1 ആണ്. എന്നെ എന്തിനാ നോക്കി പേടിപ്പിക്കുന്നത്? ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ തുറന്നു പറയുന്നത് കൊണ്ടാണ് TRP റേറ്റിംഗ് കൂടുന്നത്. സോ ബി ഹാപ്പി. ഹലോ, യെസ് മാം. അതൊന്നും വേണ്ട. റിയ, ഗെറ്റ് റെഡി. NIA ഓഫീസിൽ നിന്ന് ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് മിനിസ്റ്റർ ഇപ്പം ഇറങ്ങും. ഫാസ്റ്റ്. ഹലോ, ഇത്തിയോടെ പെട്ടെന്ന് വിളിക്കാൻ പറ. PDF മന്ത്രിസഭയെ മാസങ്ങളായി വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായ ടൂറിസം മന്ത്രി രാജൻ കുറുപ്പിനെ ചോദ്യം ചെയ്യാനാണ് NIA ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. മാധ്യമങ്ങളോടൊന്നും അറിയിക്കാതെ മന്ത്രി രാജൻ കുറുപ്പ് തന്റെ സ്വകാര്യ വാഹനത്തിലാണ് അതിരാവിലെ തന്നെ വിവാദമായ സ്വർണ്ണക്കടത്ത് കേസിൽ താങ്കൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ സാർ? മാധ്യമങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടം താങ്കളുടെ കുറ്റസമ്മതമായി കരുതാമോ? ഞാൻ എന്നാണ് നിങ്ങൾ മാധ്യമങ്ങളിൽ നിന്ന് ഒളിച്ചോടിയിട്ടുള്ളത്? കഴിഞ്ഞ 36 വർഷമായിട്ട് ഞാനിവിടെ പൊതുപ്രവർത്തകനായിട്ടും MLA ആയിട്ടും മന്ത്രിയായിട്ടും നിങ്ങളെ കൂടെ തന്നെ ഉണ്ടല്ലോ. നിങ്ങളെല്ലാം ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞോണ്ട് ഇതിപ്പോ എന്റെ തീരുമാനമല്ല, എന്റെ കർശനമായ നിർദ്ദേശമാണ്. അകത്ത് നടന്നൊന്നും പുറത്ത് ആരോടും ഷെയർ ചെയ്യരുത്. അതല്ലല്ലോ സാർ, ഇത്രയും വിവാദമായ സ്വർണ്ണക്കടത്ത് കേസിനെ പറ്റി ഈ പൊതുസമൂഹം അറിഞ്ഞിരിക്കണ്ടേ? ഞാൻ മറച്ചു വെക്കുന്നല്ല. ഒന്നാമത് നിങ്ങൾ വിചാരിക്കണ മാതിരി ഇന്നെ വിളിപ്പിച്ചത് ചോദ്യം ചെയ്യാനല്ല, ഈ സ്വർണ്ണ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇന്റെ മൊയ്യെടുക്കാനാണ്. അല്ലാതെ നിങ്ങൾ മാധ്യമങ്ങൾ വിചാരിക്കുന്ന പോലെ ഇന്നെ ഇതിൽ പ്രതി ചേർക്കുകയോ ഈ കേസിൽ അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനം എടുക്കുകയോ ചെയ്തിട്ടില്ല. സാർ, ഒരു ചോദ്യം കൂടി. എനിക്ക് നല്ല ക്ഷീണുണ്ട്. നമുക്ക് പിന്നെ കാണാന്ന്. ഞാൻ ഇടണ്ടല്ലോ. ബാക്കിയുള്ള വിവരങ്ങൾ കൂടി അറിയണ്ടേ സാർ? വേഗം കേറി ചെല്ലില്ലേ. സർ, CM രാജനാന്ന്. നിങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്ന ഓരോ തോന്നിയാസങ്ങൾക്ക് മറുപടി പറയലല്ല എനിക്കിവിടെ ജോലി. വഴിവിട്ടൊരു സഹായം എന്റെ ഭാഗത്ത് നിന്ന് കിട്ടുമെന്ന വല്ല വിചാരവും മനസ്സിലുണ്ടെങ്കിൽ രാജാ അത് മറന്നേക്ക്. ഞാനൊന്നും അറിഞ്ഞോ? എനിക്കൊന്നും അറിയില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നാണ് പറയാൻ വരുന്നെങ്കില് രാജാ, ഞാൻ ഈ സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രി മാത്രമല്ല പോലീസ് മന്ത്രി കൂടിയാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, 24 മണിക്കൂർ സമയം ഞാൻ തരും. ഒന്നുകിൽ താനായിട്ടുണ്ടാക്കിയ പ്രശ്നം താൻ തന്നെ തീർക്കുക, ഇല്ലെങ്കിൽ രാജിവെച്ച് പുറത്തു പോകുക. എനിക്ക് വേറെ ഒന്നും പറയാൻ. ഞാനൊന്ന് പറഞ്ഞു. ഹലോ, നമസ്കാരം. NIA ലോക്കൽ സപ്പോർട്ടിംഗ് ഓഫീസറായിട്ട് അന്നെ നിയമിച്ചത് അവിടെ എന്തെങ്കിലുമൊക്കെ ചോർത്ത് കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ടാണ്. ഇതിപ്പോ ഒരു പ്രയോജനം ഇല്ലാണ്ടായി പോയില്ലടോ. അത് പറയാനാണ് സാർ ഞാനിപ്പോൾ വന്നത്. നാളെ രാവിലെ 11 മണിക്ക് സാറിൻ്റെ അറസ്റ്റ് ഉണ്ടാവും. രണ്ടു ദിവസം കൊച്ചു വിട്ട് പോരുമെന്ന് സാറിനോട് പറഞ്ഞത് അതിനുവേണ്ടിയാ. CM ഒന്ന് വിളിച്ചാലോ? താൻ കേട്ടല്ലേ, ആടുന്ന് ഇനി ഒരു സഹായവും പ്രതീക്ഷിക്കണ്ട. അതൊരു അടഞ്ഞ വാതില. പിന്നെ എന്ത് ചെയ്യും? അപ്പൊ നമ്മളേൽ ഇനി അധികം സമയം ഇല്ല അല്ലേടോ? സർ, ഇവിടെ ഇരിക്കുന്ന ഗോൾഡ് നാളെ NIA വരുന്നതിന് മുമ്പേ നമുക്ക് എങ്ങോട്ടെങ്കിലും മാറ്റണ്ടേ? അത് വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റിയ ആരാ നമ്മളെ കൂട്ടത്തിലുള്ളത്? സാറ് വിഷമിക്കണ്ട, അതിന് പറ്റിയ ഒരാൾ നമ്മളിലുണ്ട്. മോനെ, ദോശ വേണം? വേണ്ട ചേച്ചി. ഹലോ ഹലോ മിസ്റ്റർ ജോർജി, എവിടെയാണ്? അറിഞ്ഞിട്ടിപ്പോ എന്തിനാ? പേണങ്ങല്ലടാ മുത്തേ. എടാ, ഇതിപ്പോ ഒരു ഒഫീഷ്യൽ ട്രിപ്പായി പോയില്ലേ? അല്ലെങ്കിൽ നീ ഇല്ല ഞാൻ ഒറ്റയ്ക്ക് ഓ പിന്നെ 10-3 തൊട്ടി നിനക്കല്ലേ ഒഫീഷ്യൽ ട്രിപ്പ്. നീ ഇതൊക്കെ അയ്യപ്പനോട് പോയി പറ, അവള് വിശ്വസിക്കും. നിന്റെ അടുത്ത് ആരും ഇല്ലല്ലോ. നീ
ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക. തട്ടാണോ കുട്ടാ? നീ 9 മണിക്കല്ലേ ഇറങ്ങുന്നത്? അതിന് മുമ്പ് ഞാനങ്ങ് എത്തിക്കോളാം. വെച്ചോ. ബ്രോ മെരി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഹലോ ഹലോ, ഊബറിൽ നിന്നായിരുന്നേ. ആ എവിടെയാ ഉള്ളേ? ന്യൂക്ലിയസ് മോൾ ആ, ഡ്രോപ്പ് എവിടെയാ? വാഴക്കാല. ശരി, ഇതാ വരുന്നത്. 5 മിനിറ്റ്. മെരി ക്രിസ്മസ്. താങ്ക് യു. ഗുഡ് ഈവനിങ് മാഡം. ആമിനയല്ലേ? അതെ. വാഴക്കാല അല്ലേ? സ്വർണ്ണക്കടത്ത് കേസിൽ NIA ചോദ്യം ചെയ്യലിനു ശേഷം മന്ത്രി രാജൻ കുറുപ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. 43 ദിവസമായി തുടരുന്ന സ്വർണ്ണക്കടത്ത് കേസിന്റെ കുറ്റപത്രം ഉടൻ തന്നെ ഞങ്ങളെ വിട്ടിട്ട് പോരെ. ഈ ന്യൂസ് ഒക്കെ കാണുന്നത്. മാഡം, ഞാൻ ന്യൂസ് കണ്ടോന്നല്ല, ന്യൂസ് വായിക്കുന്ന ആളെ കാണാനായിട്ട്. എങ്ങനെയുണ്ട്? സ്മാർട്ട് അല്ലേ? ഭരണപക്ഷം മാത്രമല്ല ആഹാ, കൊള്ളാലോ. ന്യൂസ് റീഡറെ വായി നോക്കുന്ന ഒരാളെ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഉമ്മച്ചി, ഈ വായ നോക്കാന്ന് പറഞ്ഞെന്താ? മോളുടെ പേരെന്താ? എന്റെ പേര് പ്രിയ, ഉമ്മച്ചിയുടെ പേര് ആമി. ഓക്കെ. ആ മാഷെ, പോകുന്ന വഴി ഏതെങ്കിലും നല്ല ബേക്കറിയിൽ ഒന്ന് നിർത്തണേ. നാളെ എന്റെ ഹാപ്പി ബർത്ത്ഡേ അങ്കിളെ. ആണോ? ആ, അപ്പൊ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ മാഷെ? ഓ, എനിക്കൊരു കേക്ക് വാങ്ങി തരുമോ? പിന്നെന്താ? ഇവളെയും കൊണ്ട് കടയിലിറങ്ങിയ കട മൊത്തം വാങ്ങേണ്ടി വരും. 1 കിലോ വരെ. ആ മതി. 4235. മാഡം, പിൻ നമ്പർ ഒന്നും ഇങ്ങനെ പരിചയമില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. തന്നെ കാണാൻ ഒരു കൊള്ളക്കാരന്റെ ലുക്കൊക്കെ ഉണ്ടെങ്കിലും തനിക്ക് കൊള്ളയടിക്കാനുള്ള മുതലൊന്നും ആ കാർഡിലില്ലടോ. ശരി ശരി. ബ്രോ എന്താണ് എൻ്റെ അടുത്ത് പറയാം, പറഞ്ഞു. ഈ കുട്ടികളുടെ ബർത്ത്ഡേക്ക് പറ്റിയ ഒരു കേക്ക്. കുട്ടികൾക്കും മുതിർന്നവർക്ക് കൊടുക്കാൻ ഒരു കേക്കുകളാണ് ഇരിക്കണെല്ലാം തന്നെ. ഏതൊക്കെയുള്ള? ഇപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റ്, ഗാട്രസ്, മോക്ക ഫ്രോസ്റ്റിംഗ്, മാംഗോ മാരിംഗേസ്, ചെറി ചീസ് സാറ്റോ, വാൻചോ ക്രീമി, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ. സാധാരണക്കാർക്ക് പറ്റിയ കേക്ക് ഒന്നുമില്ലേ? സാധാരണക്കാരനല്ലേ? അതെ, സാധാരണക്കാർക്ക് എല്ലാവർക്കും മനസ്സിലുള്ള സാധനമുണ്ട്. ഈ വാനിലയും ചോക്ലേറ്റും കൂടി ഒരു മിക്സിംഗ് കോമ്പോ നമ്മുടെ ഹൈലൈറ്റ് സാധനം. പഠിച്ചാലാ കിട്ടില്ലോസ്കി ഐറ്റം. സാധനം പേര് വാൻചോ ക്രീമിയാ. അത് അതെടുത്തോ. വില എഴുതാൻ കുറിക്കാമല്ലോ ഇതിനകത്ത്. ഹാപ്പി ബർത്ത്ഡേ പ്രിയ. പ്രിയ പ്രിയ. ഇതിപ്പോ 1 മിനിറ്റ്. ഓ